ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ ഒരു വൈകുന്നേരത്തെ ഒരു വിശേഷങ്ങളാണ്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അനിയത്തിമാരൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ മാന്തായിലാണ് കേട്ടോ ഉള്ളത്. ഇന്നിപ്പോൾ വാപ്പിച്ച് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചക്ക ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ചക്ക മുറിക്കുന്നതാണ്. ഞങ്ങളുടെ വാക്കത്തി ഉണ്ടല്ലോ, നല്ല അടിപൊളി വാക്കത്തിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചക്ക നല്ല ചതഞ്ഞാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഉമ്മച്ചി ഒരുപാട് പാടുപെട്ടിട്ട് ഇതൊന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് അമ്മായിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വീട്ടിൽ. ആ വെല്ലുമാനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതേ വെല്ലുമ്മ ഒരുങ്ങിയിട്ട് വന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ചെറായിലാണ് കേട്ടോ അമ്മായിയുടെ വീട്. അപ്പോൾ അമ്മായി കുറച്ച് ദിവസം നിർത്താൻ വേണ്ടിയിട്ട് വിളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ചക്കയുടെ പണി കഴിഞ്ഞിട്ടില്ല. എന്തായാലും ചക്കയുടെ പണി എന്ന് പറഞ്ഞാൽ ഈ വെളിഞ്ഞീനൊക്കെ ഉണ്ടായിട്ട് നമുക്കൊരു ദിവസത്തെ പണിയാണത് ശരിക്കും. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് കൂടി ചായ എടുക്കുന്നുണ്ട്. അതുപോലെ ഉണ്ണിയപ്പവും ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ണിയപ്പവും എടുത്തിട്ടുണ്ട്, ചായ ഉണ്ട്, പിന്നെ ചക്കയും കൂടി ചേർത്തിട്ട് എല്ലാവരും കൂടെ ചായ ഒടിച്ച് അതിന് ശേഷം എന്താ വെല്ലുമാനം കൊണ്ട് അമ്മായിയൊക്കെ പോവുകയാണ്. വെല്ലുമ്മ കുറച്ച് ദിവസം ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല. വെല്ലുമ്മ അങ്ങനെ പാർക്കാൻ വേണ്ടിയിട്ട് പോണതാണ്. അങ്ങനെ ഇപ്പോൾ വെല്ലുമ്മയൊക്കെ വെല്ലുമ്മയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ ഒന്ന് മൂത്താപ്പാടെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മൂത്താപ്പാടെ വീട് പണി കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല പിന്നെ അനിയത്തിമാർ വന്നു കഴിയുമ്പോൾ എപ്പോഴും പോകണം എന്ന് വിചാരിച്ചാൽ പോകാൻ പറ്റാറില്ല. ഇപ്രാവശ്യം എന്തായാലും പോകാമെന്ന് വന്നപ്പോൾ തന്നെ പ്ലാൻ ഇട്ടിട്ടുണ്ടായിട്ടാ. അപ്പോൾ ഞങ്ങൾ വേഗം ചായയൊക്കെ കുടിക്കുകയാണ്. ഞങ്ങളും ഇതുപോലെ ചക്കയൊക്കെ കൂട്ടിയിട്ട് ചായയൊക്കെ കുടിച്ച് അതിന് ശേഷം പിന്നെ മക്കളെയൊക്കെ ഒരുക്കിയിട്ട് വേണമല്ലോ, എല്ലാവരും കൂടി നടന്നാണ് പോകാൻ വിചാരിച്ചിട്ടുണ്ടായത്. അപ്പോൾ എല്ലാവരും കൂടി ഇറങ്ങിയിട്ടാ. സാധാരണ ഉമ്മച്ചി അങ്ങനെ ഉണ്ടാവാറില്ല. ഇപ്രാവശ്യം ഉമ്മച്ചി പറഞ്ഞാൽ ഉമ്മച്ചിയും വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മച്ചിയും കൂടി ചേർന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോണത്. അധികം ദൂരം എന്നൊന്നും പറയാനില്ല കേട്ടോ, എന്നാലും കുറച്ച് നടക്കാനുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും കൂടെ ഇറങ്ങി. അപ്പോൾ കുൽസുമോൾക്ക് ഉമ്മച്ചി ഹയമോളുടെ കൈമ പിടിച്ചേക്കണ കണ്ടിട്ട് ഒരു ചെറിയൊരു കുശുമ്പ്. അപ്പോൾ അത് കാരണം വേഗം ഉമ്മച്ചിനെ വിളിച്ചിട്ട് ഉമ്മച്ചിയുടെ കൈമ പിടിക്കാൻ വേണ്ടി നോക്കിയതാട്ടോ. ഇവരൊക്കെ വരുമ്പോൾ മാത്രമല്ലേ ഉമ്മച്ചി ഇങ്ങനെ അവരുടെ കൂടെ നടക്കണേ. അപ്പോൾ അല്ലെങ്കിൽ ഇവൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ അവൾക്ക് ചെറിയൊരു കുഞ്ഞു കുശുമ്പ് കയറിയതാട്ടാ. എന്നിട്ട് പിന്നെ ഉമ്മച്ചിയുടെ കൈയും പിടിച്ചിട്ട് ഇതേ നടന്ന് പോവുകയാണ്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ മൂത്താപ്പാടെ വീട്ടിലെത്തിയിട്ടാ. ഇതാണ് മൂത്താപ്പാടെ വീട്. അതിൻ്റെ പണി ടൈലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ചും കൂടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മൂത്താപ്പ എന്നിപ്പോൾ ഈ വീട്ടിലല്ല. അവരിപ്പം തൊട്ടപ്പുറം തന്നെ ഇത്താത്തയുടെ വീടുണ്ട്, അവിടെ ഉണ്ട് താമസിക്കുന്നതൊക്കെ. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോയി. ഒരുപാട് നാളായിട്ടാണ് എപ്പോഴും അനിയത്തിമാർ വരുമ്പോൾ പോകണം എന്ന് വിചാരിച്ചാലും നടക്കാറില്ല. പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ വീട്ടിൽ ചെന്ന് കയറുന്ന ഒരു ഭാഗം തന്നെ ഉള്ളൂ. പിന്നെ അതിന് ശേഷം കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ചിട്ട് മൂത്താപ്പാടെ വീടൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോയാണ് ഉണ്ടായത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ, അസ്സലാമു അലൈക്കും.